പ്രിയമുള്ളവരെ, മാന്നനൂർ AUP സ്കൂൾ അതിന്റെ സേവനപാതയിൽ 76 വർഷം പൂർത്തിയാക്കുകയാണ്. ചരിത്രമുറങ്ങുന്ന നിളാ നദീതീരത്ത് അപരിഷ്കൃതമായ മാന്നനൂർ ഗ്രാമത്തിൽ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾക്ക് ഒരു നൂറ്റാണ്ടിനു മുമ്പ് തന്നെ രാമവിലാസം എന്ന പേരിൽ ഒരു LP സ്കൂളിന് തിരി തെളിയിച്ചിരുന്നുവെങ്കിലും 1950 ശ്രീ അച്യുത പിഷാരടിയാണ് ഇന്നു കാണുന്ന നമ്മുടെ ഈ കൊച്ചു വിദ്യാലയത്തിന് തറക്കല്ലിട്ടത്. പിന്നീട് കുട്ടിരാമൻ മേസ്ത്രി, ശ്രീമതി ജാനകി, ശ്രീമതി P. ലക്ഷ്മിക്കുട്ടി എന്നിവരുടെ കൈകളിലൂടെ 7 പതിറ്റാണ്ടിന്റെ നിറസാന്നിധ്യമായി നിരവധി ആളുകൾക്ക് വിദ്യയുടെ നാൾവഴികൾ പകർന്നു. 230ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇന്നത്തെ വിദ്യാലയത്തിന്റെ മാനേജ്മെന്റ് നിക്ഷിപ്തമായിട്ടുള്ളത് തൃശൂർ സ്വദേശിയും റിട്ടയർഡ് പ്രധാനാധ്യാപകനുമായിട്ടുള്ള ശ്രീ സുദീപ് മാസ്റ്ററുടെ കൈകളിലാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ 75ാം വാർഷികാഘോഷം 2025 ഫെബ്രുവരി 14, 15, 16 തീയതികളിൽ അതിഗംഭീരമായി ആഘോഷിക്കുകയുണ്ടായി. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന വരികളെ അന്വർത്ഥമാക്കിക്കൊണ്ട് നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള നിരവധി പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ആ 3 ദിവസങ്ങളിലായി മധുര സ്മരണകൾ അയവിറുത്തു. വിളംബര ഘോഷയാത്ര, മിഴാവിൽ കേളി, നങ്ങ്യാർകൂത്ത്, കവിയരങ്ങ്, സ്മൃതി സംഗമം, പൊതുസമ്മേളനങ്ങൾ, വിദ്യാഭ്യാസ സെമിനാർ, പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ, പ്രതിഭകളെ ആദരിക്കൽ തുടങ്ങി നിരവധി പരിപാടികൾ 3 ദിവസങ്ങളിലായി രാപ്പകലില്ലാതെ അരങ്ങേറി. ജനപ്രതിനിധികളുടെയും കലാരംഗത്തുള്ളവരുടെയും സാന്നിധ്യം വേദികൾ ധന്യമാക്കി. 33 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിച്ച ശ്രീമതി ഗീത ടീച്ചർക്കും 12 വർഷത്തെ സേവനത്തിനു ശേഷം അംഗനവാടി ടീച്ചറായി ജോലി കിട്ടിയ സിന്ധു ടീച്ചർക്കും പ്രൗഢഗംഭീരമായ യാത്രയയപ്പ് നൽകി. വാർഷികാഘോഷത്തിൽ മനസ്സുകൊണ്ടും സാന്നിധ്യം കൊണ്ടും സാമ്പത്തികമായും സഹായിച്ചവർക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഈ അവസരം ഒരിക്കൽ കൂടി വിനിയോഗിക്കുന്നു. നിരവധി കാലത്തെ സേവനത്തിനു ശേഷം 1991 മാർച്ചിൽ റിട്ടയർ ചെയ്ത ശ്രീമതി K. ലക്ഷ്മിക്കുട്ടി ടീച്ചറുടെ നിര്യാണം ഈ വർഷത്തെ ദുഃഖസ്മരണകളിൽ ഒന്നായിരുന്നു. അവരുടെ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ സ്നേഹപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ റിപ്പോർട്ടിലേക്ക് കടക്കട്ടെ. പ്രവേശനോത്സവം 2026. അറിവിന്റെ വാതായനങ്ങൾ തുറന്ന് ഒരു അധ്യയന വർഷം കൂടി. പുത്തൻ കൗതുകങ്ങളുടെ ആവേശത്തിമർപ്പിൽ കുട്ടികളും അളവറ്റ സ്വപ്നങ്ങൾ നെയ്ത് രക്ഷിതാക്കളും ജൂൺ 2 വിദ്യാലയാങ്കണത്തിൽ ഒത്തുകൂടി. 13ാം വാർഡ് മെമ്പർ ശ്രീമതി ശാലിനി രഘുനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K. ഗംഗാധരൻ അവർകൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ഹരിദാസ്, വാർഡ് മെമ്പർ ശ്രീ P. സുജിത് P. രാജ് എന്നിവർ സംസാരിച്ചു. നവാഗതരായ കുട്ടികളുടെ കലാപരിപാടികളും ശ്രീമതി അനില ടീച്ചറുടെ ഗാനാലാപനവും അരങ്ങുണർത്തി. കുട്ടികൾക്ക് മധുരവും വിഭവസമൃദ്ധമായ സദ്യയും നൽകി ആദ്യം തന്നെ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു. ശ്രീമതി രമ ടീച്ചർ സ്വാഗതവും PTA പ്രസിഡന്റ് ശ്രീ പ്രദീപ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. പരിസ്ഥിതി ദിനാചരണം. പ്രകൃതിയോടിണങ്ങിയുള്ള പഠനരീതിയും ജീവിതശൈലികളും പരിചയപ്പെടാൻ കുട്ടികൾക്ക് അവസരം നൽകിക്കൊണ്ട് ജൂൺ 5 പരിസ്ഥിതി ദിനം കടന്നു വന്നു. പ്രത്യേക അസംബ്ലിയിൽ ഹെഡ് മിസ്റ്റർ ശ്രീമതി രമ ടീച്ചർ കുട്ടികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പരിസ്ഥിതി ദിന പ്രതിജ്ഞ, പതിപ്പ് നിർമ്മാണം എന്നിവ ക്ലാസുകളിൽ നടന്നു. മാന്നനൂർ AUP സ്കൂളിന്റെയും KSSPU വാണിയംകുളം യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിന സംഗമം നടന്നു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി NP കോമളൻ ടീച്ചർ സംഗമം ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് അധ്യാപകനും യുറേക്ക പത്രാധിപ സമിതി അംഗവുമായ ശ്രീ K. മനോഹരൻ മാസ്റ്റർ പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. SSLC+2 വിദ്യാർത്ഥികളെ യോഗത്തിൽ വെച്ച് അനുമോദിച്ചു. മെഹന്തി ഫെസ്റ്റ്. ബക്രീദിനോടനുബന്ധിച്ച് ജൂൺ 9 മെഹന്തി ഫെസ്റ്റ് നടത്തി. താല്പര്യമുള്ള മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തങ്ങളുടെ സഹപാഠികളുടെ കൈകൾ പരസ്പരം മൈലാഞ്ചി അണിഞ്ഞു. മികച്ച മൈലാഞ്ചി കൈകൾക്ക് സമ്മാനം നൽകി. പലരും വ്യത്യസ്തരായിരിക്കുന്നത് സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണെന്നും സ്നേഹ സൗഹൃദം കൊണ്ട് മാത്രമേ ജീവിത വിജയം സാധ്യമാകൂ എന്നും ഉള്ള സന്ദേശം ഇതിലൂടെ കുട്ടികൾക്ക് കൈമാറി. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പാലിച്ചുകൊണ്ട് ജനസംഖ്യാ ദിനമായ ജൂലൈ 11 സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. സ്കൂൾ ലീഡർ അരുന്ധതി KP, സ്പീക്കർ പ്രാർത്ഥന P, ആരോഗ്യമന്ത്രി അനയ M, വിദ്യാഭ്യാസ മന്ത്രി അമൽ VP, കൃഷിമന്ത്രി ശാലിനി T എന്നിവർ വിദ്യാർത്ഥി പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജൂലൈ 16 റിട്ടയർഡ് അധ്യാപകൻ ശ്രീ രവിമാഷിന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ജനാധിപത്യ സംവിധാനങ്ങളെക്കുറിച്ചും ഭരണകൂട വ്യവസ്ഥയെക്കുറിച്ചും മാഷ് കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു.
വായന ദിനം. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ്ടെ വരികൾ പങ്കുവെച്ചുകൊണ്ട് PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ മലയാളം റിട്ടയർഡ് അധ്യാപികയായ ശ്രീമതി T പ്രസന്നകുമാരി ടീച്ചർ കുട്ടികളോട് സംസാരിച്ചു. മനസ്സിന് അറിവും ആനന്ദവും പകരുന്ന, വ്യക്തിത്വ വികസനത്തിന് അത്യാവശ്യമായ ഒരു ഉദാത്തമായ ശീലമാണ് വായനയെന്ന് വൈലോപ്പള്ളിയുടെ മാമ്പഴം കവിതയിലെ വരികൾ ആലപിച്ചുകൊണ്ട് ടീച്ചർ കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വായനാ ദിന ക്വിസ് മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി. യോഗ ദിനം. ഒരു ഭൂമി ഒരാരോഗ്യം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി നമ്മുടെ ഗ്രഹത്തിന്റെ ആരോഗ്യവും നമ്മുടെ ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് കുട്ടികളിൽ വ്യായാമത്തിന്റെയും നല്ല ആരോഗ്യശീലങ്ങളുടെയും ആവശ്യകത ബോധ്യപ്പെടുത്തി അസംബ്ലിയിലും ക്ലാസ് ആരംഭത്തിനു മുമ്പും ചെറു വ്യായാമങ്ങൾ കുട്ടികളെ പരിശീലിപ്പിച്ചു വരുന്നു. PTA ജനറൽ ബോഡി യോഗവും SPG രൂപീകരണവും. 5/7/2025 ഈ വർഷത്തെ PTA ജനറൽ ബോഡി യോഗം നടന്നു. PTA പ്രസിഡന്റ് ശ്രീ പ്രദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഉദ്ഘാടനം ചെയ്തത് SPG രൂപീകരണവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്ന സബ് ഇൻസ്പെക്ടർ ശ്രീ വിനോദ് സാറാണ്. സ്കൂൾ സംരക്ഷണ സമിതിയുടെ പ്രസക്തിയെക്കുറിച്ചും അതിൽ PTA വഹിക്കേണ്ട പങ്കിനെക്കുറിച്ചും അദ്ദേഹം വിശദമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രോട്ടോകോൾ അനുസരിച്ച് 12 അംഗ സമിതിക്ക് രൂപം നൽകി. തുടർന്ന് ജനറൽ ബോഡി യോഗത്തിന് നടപടിക്രമങ്ങൾ നടന്നു. കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന മികവിന് കമ്മിറ്റി അംഗങ്ങളെ ആദരിച്ചു. 2025 വർഷത്തെ PTA പ്രസിഡന്റായി വീണ്ടും ശ്രീ K പ്രദീപ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി ശ്രീ വേണുഗോപാലും MPTA പ്രസിഡന്റായി K അഞ്ജുവും MPTA വൈസ് പ്രസിഡന്റായി അനിത വിനീഷും മറ്റു 17 അംഗങ്ങളും ചേർന്ന് പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകി. പ്രതിമാസ കൂടിച്ചേരലുകളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ടു പോകുന്നു. ലഹരി വിരുദ്ധ ദിനം. ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഷൊർണൂർ CI ശ്രീ രവികുമാർ സർ ഡിജിറ്റൽ അച്ചടക്കവും പൊതുമുതൽ സംരക്ഷണവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മനുഷ്യ മസ്തിഷ്കത്തെ തകർക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങളിൽ രക്ഷിതാക്കൾ പാലിക്കേണ്ട ജാഗ്രതയെയും വായന, എഴുത്ത്, കല, സൃഷ്ടിപരത തുടങ്ങിയ രംഗങ്ങളെ കുട്ടികൾ ലഹരിയാക്കുന്ന രീതി, വളർന്നു വരേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചും ഒറ്റപ്പാലം ട്രാഫിക് SI ശ്രീ വിനോദ് സർ സംസാരിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ റാലി, സിനിമാ പ്രദർശനം എന്നിവയും ഉണ്ടായി. പച്ചത്തുരുത്ത് പദ്ധതി. ഹരിത കേരള മിഷന്റെ ഭാഗമായി വിദ്യാലയത്തിൽ പച്ചത്തുരുത്ത് പദ്ധതി ചങ്ങാതിക്കൊരു തൈ വിതരണം പരിപാടി നടന്നു. മിഷൻ കോർഡിനേറ്റർ ശ്രീമതി സിത്താര പദ്ധതി വിശദീകരണം നടത്തി. കുട്ടികൾ കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി ഹരിത സൗഹൃദം പുതുക്കി. ചെടിയുടെ ദൈനംദിന പരിചരണവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് ഡയറി എഴുതുന്ന ശീലം സ്വായത്തമാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പ്ലാസ്റ്റിക് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിശിഷ്ടാതിഥിയായി BRCയിൽ നിന്നും ദീപ ടീച്ചർ പങ്കെടുത്തു. ബഷീർ ദിനം. ഈ വർഷത്തെ ബഷീർ ദിനം സ്കൂളിലെ റിട്ടയർഡ് അധ്യാപിക ശ്രീമതി ശാന്തകുമാരി ടീച്ചറുടെ നിറസാന്നിധ്യത്തിൽ ആചരിച്ചു. ജനകീയ എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യ ശൈലിയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ടീച്ചർ കുട്ടികളുമായി സംവദിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും യുവ എഴുത്തുകാരിയുമായ കുമാരി അനുശ്രീ ആനന്ദ് ബഷീർ കഥകളിലെ ജീവസുറ്റ കഥാപാത്രങ്ങളെ കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ബഷീറിന്റെ പൂവൻ പഴം കഥയെ പരിചയപ്പെടുത്തി ബഷീർ കഥകളിലെ സരസഭാവത്തെ രമ ടീച്ചറും തുറന്നു കാണിച്ചു. വിദ്യാലയത്തിന്റെ തനതു പ്രവർത്തനമായ ഗോഡ് ക്ലബിന്റെ 2ാം ഘട്ട വിജയി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭയ് കൃഷ്ണയ്ക്ക് ആട്ടിൻകുട്ടിയെ കൈമാറുന്ന ചടങ്ങ് ഈ ദിനത്തോടനുബന്ധിച്ച് നടന്നു. കുട്ടികൾ ബഷീർ കഥകളിലെ കഥാപാത്രങ്ങളായി വേഷമിട്ടു. സ്കിറ്റ് അവതരണവും ഗാനാലാപനവും ബാലസഭയ്ക്ക് മാറ്റുകൂട്ടി. BRCക്കൊരു കത്ത്. ഒറ്റപ്പാലം BRCയുടെ തനതു പരിപാടിയായ BRCക്കൊരു കത്ത് എന്ന പരിപാടി നമ്മുടെ വിദ്യാലയത്തിലും നടപ്പാക്കി. മാന്നനൂർ തപാൽ ഓഫീസിലെ പോസ്റ്റ് മിസ്ട്രസായ ശ്രീമതി അംബുജാക്ഷി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിനനുസരിച്ച് ആശയവിനിമയോപാധികളിൽ വന്ന മാറ്റവും തപാൽ ഓഫീസ് നൽകുന്ന സേവനങ്ങളും കുട്ടികളിൽ വളർന്നു വരേണ്ട സമ്പാദ്യശീലവും ഉദ്ഘാടക സരസമായി പ്രതിപാദിച്ചു. കുട്ടികളെ ഭാവനാലോകത്തേക്ക് നയിക്കാനും സർഗാത്മരചനകളുടെ ആവിർഭാവത്തിനും ഇത്തരമൊരു പരിപാടി ഏറെ സഹായകമായി. BRCക്കൊരു കത്തയക്കാൻ കുഞ്ഞുമക്കൾ പോലും തയ്യാറായി വന്നത് പരിപാടിയുടെ വിജയമായി തന്നെ കരുതാം. BRC കോർഡിനേറ്റർ ശ്രീമതി ദീപ പരിപാടിയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. മധുരം മലയാളം. മാതൃഭൂമിയുടെ മധുരം മലയാളം പദ്ധതി റിട്ടയർഡ് അധ്യാപകരായ ശ്രീമതി T പ്രസന്നകുമാരി ടീച്ചർ, O ശാന്തകുമാരി ടീച്ചർ എന്നിവർ വിദ്യാർത്ഥി പ്രതിനിധികളായ KP അരുന്ധതി, U അഖിലേഷ് എന്നിവർക്ക് മാതൃഭൂമി പത്രം നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് അധ്യാപകരായ K ഗീത, O ശാന്തകുമാരി, T പ്രസന്നകുമാരി എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പത്രവായന പ്രോത്സാഹിപ്പിച്ച്
ക്വിസ് മത്സരവേദികളിൽ കുട്ടികളെ മികവുറ്റവരാക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. ക്വിസ് മത്സരവേദികളിൽ മികവ് പുലർത്തുന്ന LP UP വിഭാഗം 2 കുട്ടികൾക്ക് വീതം ശ്രീമതി ഗീത ടീച്ചർ പ്രോത്സാഹ സമ്മാനവും പ്രഖ്യാപിക്കുകയുണ്ടായി. ശാസ്ത്ര ഗണിതോത്സവവും രക്ഷാകർതൃ സംഗമവും. കൊച്ചുകുട്ടികളിൽ ശാസ്ത്ര വിഷയങ്ങൾ എങ്ങനെ രസകരമാക്കാം എന്നതിലൂന്നി പ്രീ പ്രൈമറി കുട്ടികൾക്കായി നടത്തിയ ശാസ്ത്ര ഗണിതോത്സവം ജൂലൈ 25 സംഘടിപ്പിച്ചു. 13ാം വാർഡ് മെമ്പർ ശ്രീമതി ശാലിനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. CRCC കോർഡിനേറ്ററായ ശ്രീ വിശ്വദാസ് മാസ്റ്റർ മുഖ്യാതിഥിയായി. ഗണിതാശയങ്ങളും ശാസ്ത്ര പരീക്ഷണങ്ങളുമെല്ലാം കളികളിലൂടെ കുട്ടികളിൽ എത്തിക്കുന്ന തന്ത്രങ്ങൾ നേരിൽ അനുഭവിച്ചറിഞ്ഞ രക്ഷിതാക്കൾ ഏറെ ഉത്സാഹഭരിതരും ജിജ്ഞാസുക്കളുമായി കാണപ്പെട്ടു. രക്ഷിതാക്കളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെ നടന്ന ഭക്ഷ്യമേള കേക്ക് ആർട്ടിസ്റ്റും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററുമായ നീതു ദാസ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രാനുബന്ധ ദിനങ്ങൾ. ജൂലൈ 21 ചാന്ദ്രദിന പരിപാടികൾ വിപുലമായി നടത്തി. ബഹിരാകാശ വേഷധാരികളായ കുട്ടികളുടെ പ്രകടനങ്ങളും ശാസ്ത്ര പതിപ്പുകൾ, ക്വിസ് മത്സരം, റോക്കറ്റ് മാതൃകാ നിർമ്മാണം, വിക്ഷേപണ മാതൃകകൾ തുടങ്ങിയവയും കുട്ടികളിൽ കൗതുകമുണർത്തി. ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളിൽ അമേരിക്കയുടെ അണുബോംബ് ആക്രമണങ്ങളിൽ രക്തസാക്ഷിയാകേണ്ടി വന്ന സഡാക്കോ സസാക്കിയുടെ കഥയുടെ ദൃശ്യാവിഷ്കാരം, സഡാക്കോ കൊക്കന്റെ നിർമ്മാണം, യുദ്ധവിരുദ്ധ പോസ്റ്റർ നിർമ്മാണം, യുദ്ധവിരുദ്ധ റാലി എന്നിവ നടത്തി. സെപ്റ്റംബർ 21 ഓസോൺ ദിനത്തിൽ ഭൂമിയിലെ ഓസോൺ ശോഷണത്തെക്കുറിച്ചും അതുമൂലമുണ്ടാകുന്ന അപകട സാധ്യതകളെക്കുറിച്ചും മറ്റ് പ്രതികൂല ഫലങ്ങളെക്കുറിച്ചും ശാസ്ത്രാധ്യാപകൻ മനോജ് മാഷ് ക്ലാസ് എടുത്തു. ആഗോള കൈകഴുകൽ ദിനത്തിൽ ശുചിത്വ അവബോധം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് പ്രത്യേക അസംബ്ലി ചേരുകയും ശുചിത്വ രീതികളെക്കുറിച്ചും ശുചിത്വക്കുറവ് സമൂഹത്തിൽ വരുത്താവുന്ന ദോഷങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ശുചിത്വ പ്രതിജ്ഞ എടുത്തു. ദിനാചരണവുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ ക്ലാസുകളിൽ നടന്നു. ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം, സുസ്ഥിര കാർഷിക രീതികൾ എന്നിവ സംബന്ധിച്ച് അറിവ് നേടുന്നതിനുള്ള ദിനമാണ് ലോക ഭക്ഷ്യദിനം. സുരക്ഷിതവും പോഷകസമൃദ്ധവുമായ ഭക്ഷണം ആവശ്യമായ അളവിൽ എല്ലാവർക്കും ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിലെ വെല്ലുവിളികളെ ദിനാചരണം ഓർമ്മപ്പെടുത്തുന്നു. പത്തരമാറ്റുള്ള പത്തിലകളെ പരിചയപ്പെടുത്തിയും പോഷകസമൃദ്ധമായ രുചിയേറും നാടൻ വിഭവങ്ങൾ അനുഭവിച്ചറിഞ്ഞും ഭക്ഷ്യമേള സംഘടിപ്പിച്ച് ഒക്ടോബർ 16 ഭക്ഷ്യദിനം വിജ്ഞാന ദിനമാക്കി. ദേശീയ ദിനങ്ങൾ. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, ശിശുദിനം തുടങ്ങിയ ദേശീയ പ്രാധാന്യമുള്ള ദിനങ്ങൾ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്താൻ കഴിഞ്ഞു. പതാക ഉയർത്തൽ ചടങ്ങിനെ തുടർന്ന് ദേശഭക്തി ഗാനാലാപനം, സ്കിറ്റ് അവതരണം, സ്വാതന്ത്ര്യ സമര സേനാനികളെ പരിചയപ്പെടൽ, പ്രസംഗം, വീഡിയോ പ്രദർശനം തുടങ്ങി നിരവധി പരിപാടികൾ നടന്നു. റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ ട്രഷർ ഹണ്ട് കുട്ടികളിൽ ആവേശവും വൈജ്ഞാനികതയും ഉണർത്തി. മഹാത്മജി സ്മാരക വായനശാല നടത്തിയ പഞ്ചായത്ത് തല സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ജഗന്നാഥ്, നീരവ് എന്നീ കുട്ടികൾ 1ാം സ്ഥാനത്തിന് അർഹരായി. ചാച്ചാജിയുടെ ജന്മദിനമായ നവംബർ 14 ശിശുദിന പ്രത്യേക പരിപാടിയായി പ്ലാനറ്റോറിയം ഷോയും കാർട്ടൂൺ പ്രദർശനവും നടത്തി. സൗരയൂഥത്തെ തിരിച്ചറിയുന്നതിനും അതിൽ ഉൾക്കൊണ്ട ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കുന്നതിനും കുട്ടികൾക്ക് കഴിഞ്ഞു. ഭാഷാ ക്ലബ്ബുകൾ. ആഗസ്റ്റ് 9 സംസ്കൃത ദിനവും സെപ്റ്റംബർ 14 ഹിന്ദി ദിനവും ആചരിച്ചു. ശ്രാവണ മാസത്തിലെ പൗർണമി ദിനത്തിൽ വരുന്ന സംസ്കൃത ദിനത്തിൽ ചേർന്ന സ്പെഷ്യൽ അസംബ്ലിയിൽ സുഭാഷിതം, സംസ്കൃത പത്രവാർത്ത, പ്രഭാഷണം, ടിപ്പണി, ഗാനാലാപനം, പ്രതിജ്ഞ എന്നിവ നടത്തി. പ്രശ്നോത്തരിയിൽ വിജയികളായവരെ അഭിനന്ദിച്ചു. ദേശീയ ഹിന്ദി ദിവസായ സെപ്റ്റംബർ 14 ഹിന്ദി ദിനമായി ആചരിച്ചു. സുരീലി ഹിന്ദിയുമായി ബന്ധപ്പെട്ട് പ്രസംഗം, പോസ്റ്റർ രചന, കവിതാലാപനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായി. ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ. ജാതീയതയുടെയും വർഗീയതയുടെയും വിഷവിത്തുകൾ നാടെങ്ങും വേരോട്ടമോടുമ്പോഴും എല്ലാ ദർശനങ്ങളെയും സമന്വയിപ്പിച്ച് എല്ലാ ആഘോഷങ്ങളും നമ്മുടേതാണെന്ന് ഉദ്ബോധിപ്പിക്കുന്ന ബക്രീദും ഓണവും ക്രിസ്മസുമെല്ലാം വിവിധ പരിപാടികളോടെ നമ്മുടെ വിദ്യാലയത്തിൽ കൊണ്ടാടി. വളയിട്ട കൈകളിൽ മൈലാഞ്ചി അണിയാനും മാവേലി മന്നനെ വരവേൽക്കാൻ പൂക്കളമൊരുക്കിയും ഓണസദ്യയുടെയും ക്രിസ്മസ് കേക്കിന്റെയും രുചി ആസ്വദിച്ചും ആഘോഷങ്ങൾക്ക് വ്യത്യസ്തത പുലർത്തി. പഴമയിലെ ഓണം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കാവുതിയാട്ടിൽ സഹോദരിമാരുടെ ഓണം വിളികളും തിരുപ്പറക്കൽ, ഉലക്കകളി തുടങ്ങിയ കളികൾ പരിചയപ്പെടുത്തലും കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. കളിയങ്കണം. വിദ്യാലയത്തോടനുബന്ധിച്ച് പ്രവർത്തിച്ചു വരുന്ന പ്രീ പ്രൈമറി വിഭാഗം മികവാർന്ന രീതിയിൽ തന്നെ മുന്നേറുന്നു. കഥകളിലൂടെയും പാട്ടുകളിലൂടെയും
കളിച്ചിരികളിലൂടെയും ശിശു സൗഹൃദ രീതിയിലെ പഠനാനുഭവങ്ങളിലൂടെയും അധ്യാപകർ മാതൃതുല്യം കുട്ടികളെ നോക്കുന്നു. അക്കാദമിക കാര്യങ്ങളിലും ഒട്ടും പിറകിലല്ല. പ്രീ പ്രൈമറി വിഭാഗത്തിനായി നടത്തിയ ടാലന്റ് എക്സാമിനേഷന് പങ്കെടുത്ത 80% കുട്ടികളും എ ഗ്രേഡിന് അർഹരായത് അഭിമാനം തന്നെയാണ്. കളിയങ്കണത്തിന്റെ ഭാഗമായി കൊച്ചുകുട്ടികൾക്ക് കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് BRCയിൽ നിന്നും സ്പോർട്സ് കിറ്റും ലഭിക്കുകയുണ്ടായി. സൗജന്യ നൃത്ത പഠനവും കരാട്ടെ ക്ലാസും. ശാസ്ത്രീയ നൃത്ത പഠനം എന്നത് സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറാമല തന്നെയാണ്. സൗജന്യമായി ശാസ്ത്രീയ നൃത്തം അഭ്യസിപ്പിക്കുന്ന ജില്ലയിലെ തന്നെ ഏക വിദ്യാലയം ഒരുപക്ഷെ നമ്മുടേതാവാം. 2 വർഷമായി കലാമണ്ഡലം ശ്രീലക്ഷ്മിയുടെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ചു വരുന്ന കുട്ടികളുടെ അരങ്ങേറ്റത്തിന് ഈ വാർഷികോത്സവം സാക്ഷ്യം വഹിക്കുകയാണ്. ശാരീരികവും മാനസികവുമായ ആരോഗ്യം, സ്വയം പ്രതിരോധം, അച്ചടക്കം, ആത്മവിശ്വാസം, ഏകാഗ്രത എന്നിവ മെച്ചപ്പെടുത്തുന്ന ആയോധന കലയായ കരാട്ടെയും നമ്മുടെ കുട്ടികൾ പഠിച്ചു വരുന്നു. ദേശീയ കരാട്ടെ മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി രംഗങ്ങളിൽ മികവ് തെളിയിച്ച സുമിത മാസ്റ്ററാണ് കുട്ടികളുടെ പരിശീലക. വിജയാരവൻ 2025 വിജയങ്ങൾ ഏവരെയും സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. ഇരട്ടി മധുരം നൽകുന്ന ഏതാനും വിജയങ്ങൾ ഈ വർഷത്തെ പ്രത്യേകതയാണ്. കുഞ്ഞുമക്കളുടെ വ്യത്യസ്ത കഴിവുകളെ മാറ്റുരച്ച് പ്രതിഭാധനരാക്കുന്ന പാഠ്യേതര പ്രവർത്തനങ്ങളാണ് സ്കൂൾ മേളകളും കലോത്സവങ്ങളും. ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഓട്ടംതുള്ളൽ കലാകാരിയും വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ കുമാരി കലാമണ്ഡലം അനുശ്രീയാണ്. വിവിധ സ്കൂൾ മത്സരങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ സബ് ജില്ലാ കലോത്സവങ്ങളിൽ പങ്കെടുപ്പിച്ചു. LP വിഭാഗത്തിൽ പങ്കെടുപ്പിച്ച എല്ലാ ഇനങ്ങൾക്കും A ഗ്രേഡ് കരസ്ഥമാക്കി കലോത്സവത്തിൽ നമ്മുടെ കുരുന്നുകൾ അഗ്രിഗേറ്റ് 1ാം സ്ഥാനം തന്നെ വാങ്ങിക്കുകയുണ്ടായി. UP വിഭാഗത്തിലും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാനായി. IT വിഭാഗത്തിൽ സബ് ജില്ലാ തലത്തിൽ അഗ്രിഗേറ്റ് 1ാം സ്ഥാനവും ചരിത്രത്തിലാദ്യമായി സംഘനൃത്തത്തിൽ ജില്ലാതലത്തിൽ 1ാം സ്ഥാനവും ജില്ലാതലത്തിൽ A ഗ്രേഡും നേടാനായത് സ്തുത്യർഹമായ കാര്യം തന്നെ. ഏറെ അഭിമാനവും സന്തോഷവും മനം കുളിർപ്പിച്ച നിമിഷങ്ങൾ. 2025 LSS സ്കോളർഷിപ്പ് നേടിയ ശിവാനി VPയും സംസ്കൃത സ്കോളർഷിപ്പുകൾ നേടിയ അദ്വൈത് കൃഷ്ണ, അമേയ, ശിവനന്ദ, ധൻവിൻ, അരുന്ധതി എന്നിവരും കർഷകശ്രീ അവാർഡ് നേടിയ പ്രവി കൃഷ്ണയും ഭരതനാട്യത്തിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച നൈവേദിയും സ്പോർട്സിൽ മികച്ച സ്ഥാനം കൈവരിച്ച റിതിനും മറ്റു മേളകളിൽ A ഗ്രേഡ് നേടിയ 45ഓളം വിദ്യാർത്ഥികളും നമ്മുടെ വിദ്യാലയത്തിന്റെ മിന്നും താരങ്ങൾ തന്നെ. PTA MPTയുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രതിഭകളെ ആദരിക്കുന്ന പരിപാടി വിജയാരവം ശിശുദിനത്തിൽ നടത്തുകയുണ്ടായി. മാനേജർ ശ്രീ സുദീപ് കുമാർ സർ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. PTA MPTA കമ്മിറ്റി അംഗങ്ങളുടെ ഈ കൂട്ടായ്മ വരും വർഷങ്ങളിലും കൂടുതൽ പ്രതിഭകൾക്ക് വളർന്നു വരാൻ അവസരമുണ്ടാക്കട്ടെ. കൈത്താങ്. പഠന പിന്തുണാ പ്രോത്സാഹന സമ്മാനങ്ങൾ എക്കാലത്തും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സമാശ്വാസമാണ്. 1986 രൂപീകരിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഘടന ചിരസ്മരണയിലെ അംഗമായ പരേതനായ ശ്രീ താഴത്തേതിൽ രാമകൃഷ്ണന്റെ സ്മരണാർത്ഥം കൊല്ലം തോറും 2 കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായവും ചിരസ്മരണയിലെ തന്നെ മറ്റൊരംഗമായ പരേതനായ ശ്രീ CP മണികണ്ഠന്റെ സ്മരണാർത്ഥം 5 കുട്ടികൾക്ക് നൽകുന്ന പഠനോപകരണങ്ങളും ഏതാനും രക്ഷിതാക്കൾക്ക് ഏറെ സഹായകമാണ്. കൂടാതെ വാർഷിക ദിനത്തിൽ നൽകി വരുന്ന എൻഡോമെന്റുകളും ക്യാഷ് പ്രൈസുകളും ഉപഹാരങ്ങളും വിദ്യാലയത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന പൂർവാധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും നിറഞ്ഞ സന്തോഷമാണ്. ഉച്ചഭക്ഷണം മെച്ചമോടെ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി ഏറെ മികവോടെ തന്നെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഗവൺമെന്റ് നിശ്ചയിച്ച പുതിയ മെനു പ്രകാരം പരമാവധി ദിവസങ്ങളിലും വൈവിധ്യമാർന്ന ഭക്ഷണം കൊടുക്കാൻ ശ്രമിച്ചു വരുന്നുണ്ട്. പ്രാദേശിക വിഭവങ്ങളുടെ ലഭ്യതയും വീട്ടിലെ വിശേഷ ദിവസങ്ങൾ കുഞ്ഞുങ്ങളോടൊപ്പം പങ്കിടുന്ന സന്മനസ്സുള്ളവരുടെ സഹായ സഹകരണങ്ങളും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പഠന വിനോദയാത്രകൾ. പാഠപുസ്തക അറിവിനപ്പുറം യഥാർത്ഥ ലോകാനുഭവങ്ങളിലൂടെ വിജ്ഞാനം ഉറപ്പാക്കുന്ന പഠന വിനോദയാത്രകൾ കുട്ടികൾക്ക് എന്നും ആവേശമാണ്. മലമ്പുഴയിലെ പ്രധാന ഭാഗങ്ങൾ, പാലക്കാട് കോട്ട, വളാഞ്ചേരി ഫ്ലോറ അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഏകദിന യാത്രകൾ സംഘടിപ്പിക്കുകയുണ്ടായി. 2025-26 വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഒരു ചെറു സംക്ഷിപ്തമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സമയപരിമിതിയുള്ളതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ടവ മാത്രമേ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ. മാറുന്ന കാലത്ത് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഈ വിദ്യാലയം 76ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നാം ഏവരും സന്തോഷിക്കുകയാണ്. ഇന്ന് മനുഷ്യർ തമ്മിൽ അകലം കൂടി വരുന്ന കാലമാണ്. സ്ക്രീനിൽ തുടങ്ങി സ്ക്രീനിൽ അവസാനിക്കുന്ന ബന്ധങ്ങൾ. ചുറ്റുവട്ടത്തേക്ക് കണ്ണും കാതും തുറന്നു വെക്കാനുള്ള പരിശീലനമാവണം വിദ്യാഭ്യാസം. അപ്പോൾ മാത്രമേ പുതിയ കാലത്ത് നല്ല പൗരന്മാരെ വാർത്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വിദ്യാലയം നല്ലൊരു മാതൃകാ സ്ഥാപനമായി വളരട്ടെ.
ഇതുവരെ നൽകിയ എല്ലാ പിന്തുണകൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ബഹുജന സമക്ഷം സമർപ്പിക്കുന്നു.